ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ക്യൂട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കിയാലോ. നോട്ട്ബുക്കിൻ്റെ കട്ടിയുള്ള ചട്ടയാണ് കേട്ടോ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ 17x17 സെൻറ്റിമീറ്റേഴ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്ന പോലെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഇതേപോലെ ഒന്ന് അകത്തേക്ക് ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാം സ്റ്റിക്ക് ചെയ്തത്. ഇനി ഈ സെയിം മെത്തേഡിൽ നമുക്കിതിൻ്റെ ക്യാപ്പും കൂടെ ചെയ്തെടുക്കാം. അത് 11x11 സെൻറ്റിമീറ്റേഴ്സിലാണ് കേട്ടോ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ ബോക്സ് ഒന്ന് ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിലൊരു വലിയ ഹാർട്ടും പിന്നെ ബാക്കിൽ ഫുള്ള് ചെറിയ ഹേർട്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. സെൻറ്ററത്തെ ഹേർട്ട് കുറച്ചുകൂടെ ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ഇതേപോലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുട്ടി കുട്ടി ഗിഫ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ ഞാനൊരു പേപ്പറിൽ ഇതേപോലെ കുറച്ച് ഹേർട്സ് വരക്കുന്നുണ്ട്. ഇനി ആ പേപ്പറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വേറൊരു പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് റൈറ്റിംഗ് സൈറ്റ് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ താങ്ക്സ് ഫോർ ബീങ് മൈ അൺപെയ്ഡ് തെറാപ്പിസ്റ്റ് എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം കേട്ടോ. ഏത് ഒക്കേഷനിലും കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. എഴുതി കഴിഞ്ഞിട്ട് ഇനി ഞാനിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കളർ പേപ്പറിൽ കുറച്ച് റെഡ് ഹാർട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസ് വുളൻ ത്രെഡും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹേർട്സൊക്കെ നമുക്ക് അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 പീസ് ഓഫ് ത്രെഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ചെയ്യാം. അപ്പോൾ ഇതിനി നമുക്ക് ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ക്യാപ്പിലാണ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ വെക്കാനായിട്ടൊരു കുട്ടി ഗ്രീറ്റിംഗ് കാർഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കളർ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഞാൻ ബർത്ത്ഡേ വിഷാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് റൈറ്റിങ്സ് മാത്രമായിട്ട് കൊടുക്കാം. ഇനി ഒരു ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്തിട്ട് ബാക്കിൽ ബോർഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഐറ്റം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ. ഇതങ്ങനെ കേട് വന്ന് പോകുന്നില്ല കേട്ടോ. ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്ത് വിത്ത് ലവ് യുവർ ഫ്രണ്ട് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം ഉണ്ടാക്കാം. ഇത് ഞാൻ കുറേ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ പേപ്പറാണ് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, അതിൽ പെന്ന് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പേപ്പറിൽ ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിഷസ് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടി കാർഡ്സും പിന്നെ അതേപോലെ കുറച്ച് ക്യാൻഡീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാതും ആ ഒരു ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ഒക്കേഷൻ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഉണ്ട്, കാണാത്തവരെല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.